7 നാൾ നീണ്ട തൃക്കണ്ണാടാറാട്ട് കൊടിയിറങ്ങി. ശനിയാഴ്ച സന്ധ്യയോടെ ദേവീദേവന്മാരെ എഴുന്നള്ളിച്ചതോടെയാണ് ദേശാധിപത്യം വഹിക്കുന്ന ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം അരങ്ങൊഴിഞ്ഞത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ശനിയാഴ്ച സന്ധ്യയോടെ തൃക്കണ്ണാടപ്പനെയും ശാസ്താവിനെയും കുതിരക്കാളിയമ്മയെയും വഹിച്ച് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട എഴുന്നള്ളത്തിന് വഴിനീളെ ഭക്തർ വരവേൽപ്പ് നൽകി. പാലക്കുന്ന് കഴകം ഭണ്ഡാര വീടിന് മുമ്പിൽ വെച്ച് ക്ഷേത്രം സ്ഥാനികർ വന്ദനം ചെയ്ത് എഴുന്നള്ളത്തിനെ വണങ്ങി. കരിപ്പൊടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ നർത്തകന്മാരും കർമ്മികളും തിടമ്പ് വന്ദനം ചെയ്ത് പരിവാരസമേതം എഴുന്നള്ളത്തിനെ ആറാട്ടുകടവിലേക്ക് അനുഗമിച്ചു. ഇവിടുത്തെ ആറാട്ടുകുളിയും അനുബന്ധ പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി എഴുന്നള്ളത്ത് കരിപ്പൊടി ശാസ്താ വിക്ഷുക്ഷേത്രത്തിലെത്തി. വെടിത്തറക്കാലിലെ എതിരേൽപ്പും കട്ടയിൽ പൂജയും പൂർത്തിയാക്കി തിരിച്ചെഴുന്നള്ളത്ത് പുറപ്പെട്ടു. പാലക്കുന്നിൽ നിന്ന് കെട്ടിച്ചുറ്റിയ തിരുവായുധങ്ങളുമായി സ്ഥാനികരും ഭക്തജനങ്ങളും മേലാപ്പും കുടയും കൈവിളക്കുമായി എഴുന്നള്ളത്തിനെ തൃക്കണ്ണാടേക്ക് അനുഗമിച്ചു. തിടമ്പ് നൃത്തത്തിനു ശേഷം ആറാട്ടുത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറക്കി. ഈ സമയം അത്രയും ദണ്ഡപ്പടിയിൽ കാവൽ നിൽക്കുകയായിരുന്ന പാലക്കുന്ന് ക്ഷേത്രത്തിലെ സ്ഥാനികന്മാർ തിടമ്പുകൾക്ക് ചാർത്തിയിരുന്ന പുഷ്പമാലകളും പ്രസാദവും എണ്ണയും സ്വീകരിച്ച് അവ തിരുവായുധങ്ങളിൽ ചാർത്തിയ ശേഷം പ്രതീകാത്മകമായി കമ്പക്കയർ, പന്തൽമുള, ഓല എന്നിവ ഏറ്റുവാങ്ങി ഭണ്ഡാര വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞായറാഴ്ച രാത്രി 9 മണിയോടെ ഭണ്ഡാര വീട്ടിൽ നിന്നും കെട്ടിച്ചുറ്റിയ തിടമ്പുകളും തിരുവായുധങ്ങളും മേലാപ്പും കുടയും ധ്വജത്തിൽ കയറ്റാനുള്ള കൊടിയുമായി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് പുറപ്പെട്ടു. ശുദ്ധികർമ്മങ്ങളും കലശാട്ടം കഴിഞ്ഞ് എഴുന്നള്ളത്ത് ക്ഷേത്ര പ്രദർശനവും പൂർത്തിയാക്കിയാണ് 5 ദിവസം നീളുന്ന ഭരണി മഹോത്സവത്തിന് കൊടിയേറ്റുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.